വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിൽ വിദ്യാർത്ഥികളെ കിട്ടാനില്ല. PTA ഭാരവാഹികളുടെ മക്കളടക്കം പരിസരത്തെ സ്വകാര്യ വിദ്യാലയത്തിൽ. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകാനൊരുങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്. 110 വർഷത്തോളം പഴക്കമുള്ളതും തൃശൂർ ജില്ലയിൽ തന്നെ ഏറെ പ്രസിദ്ധവുമായ വിദ്യാലയമാണ് ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. LP മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെയുള്ള 1000-ൽ പരം വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇവിടെ സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ചില തൽപരകക്ഷികളുടെ ഇടപെടൽ മൂലം പരിസരത്തെ സ്വകാര്യ വിദ്യാലയത്തിലേക്ക് PTA ഭാരവാഹികളുടെ കുട്ടികളെ അടക്കം കൊണ്ടുപോകുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് വിദ്യാലയത്തിലെ ഡിവിഷനുകളാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് പറയുന്നു. കുട്ടികൾ കുറയുന്നത് മൂലം മലയാളം ഇംഗ്ലീഷ് മീഡിയം ഒറ്റ ഡിവിഷനിൽ ഒതുങ്ങുന്ന അവസ്ഥയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ദേശമംഗലത്തെ സ്കൂളിൽ LP വിഭാഗത്തിൽ കുട്ടികളില്ലാതെ ഡിവിഷൻ തന്നെ ഇല്ലാതെയാവും, അധ്യാപകന്മാർക്ക് ജോലി പോവും എന്നൊരവസ്ഥയിലാണ് ഇന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതിന്റെ കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിലേക്കാണ് അവിടുത്തെ ആൾക്കാർ, അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട PTA മെമ്പർമാരുടെ കുട്ടികളടക്കം LP വിഭാഗത്തിലേക്ക് സ്വകാര്യ സ്ഥാപനം വലുതാക്കാൻ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന, ഇവിടെ പഠിച്ച് 10ാം ക്ലാസ് പഠിച്ച് +2 വരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂളിൽ LP സ്കൂളിലെ വിഭാഗം അത് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. 1, 2, 3, 4 എന്നീ ഡിവിഷനുകളിൽ കുട്ടികളില്ലാത്തതുമൂലം അധ്യാപകരുടെ ഭാവിയും തുലാസിലാണ്. പരിസരത്തെ സ്വകാര്യ സ്ഥാപനം CPM പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അധീനതയിലുള്ളതുമൂലം MLA പോലും വിദ്യാലയത്തെ സംരക്ഷിക്കാൻ ഇടപെടുന്നില്ലെന്ന വ്യാപകമായ ആരോപണമാണ് നിലനിൽക്കുന്നത്. ഡിവിഷൻ നഷ്ടപ്പെടുന്നതോടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനവും അവതാളത്തിലാണ്. വിദ്യാലയം സംരക്ഷിക്കേണ്ട MLAയും പാർട്ടിക്കാരും മൗനവും പാലിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. തന്റെ മണ്ഡലത്തിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഏറെ പറയുന്ന MLAയുടെ ഇടപെടൽ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ നടപ്പാക്കാത്തത് എന്നും വ്യാപക ചോദ്യം ഉയരുന്നുണ്ട്. മക്കളുടെ ഭാവിക്കായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ വൻ സംഖ്യ കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാവം ജനങ്ങൾ. വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകൻ ഈ മാസം പകുതിയോടെ സ്ഥലം മാറിപ്പോകാനിരിക്കെ മറ്റൊരാളെ സ്കൂളിലേക്ക് കിട്ടിയിട്ടില്ല എന്നും അറിയുന്നു. ഈ സാഹചര്യം കൂടി നിലനിൽക്കെ വിദ്യാർത്ഥികളെ കിട്ടാൻ നെട്ടോട്ടമോടുകയാണ് അധ്യാപകർ. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിൽ കുട്ടികൾ വരാനും അതിനെ വേണ്ടിയാണ് PTA മെമ്പർമാരടക്കം വളരെ ആ സ്വകാര്യ വ്യക്തിയെ സ്കൂൾ വിജയിപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ നാട്ടിലെ MLA ഉള്ള നാടാണ്, ദേശമംഗലത്താണ് MLAയുടെ വീട്. ആ സർക്കാരിന്റെ സ്കൂളിൽ വരുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തെ സംരക്ഷിക്കാൻ MLA അടക്കം മുൻകൈ എടുക്കണം. ഇത് വേണ്ടപ്പെട്ട അധ്യാപകരെ ജോലി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും വകുപ്പും മന്ത്രിയും ഈ കാര്യം അറിയിക്കാനാണ് ഞങ്ങളെടുത്ത തീരുമാനം. റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും
പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.